എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇടാനായിട്ട് ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. കാരണം കറണ്ട് ഇല്ല, അപ്പൊ നെറ്റും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ കറണ്ടിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വീഡിയോസൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരിക്കും ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നേ, ബാലൻ അങ്ങനെ കള്ളനെ തപ്പി ഇറങ്ങുവാണ്. ലൈറ്റ് അടിച്ച് നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ആനന്ദും ധർമ്മനും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്താ ബാലേട്ടത്? ബാലേട്ടൻ എന്താ നോക്കുന്നേ? എടാ ഇവിടെ കള്ളനുണ്ട്. കള്ളനോ? പിന്നെ അത് തോന്നുന്നായിരിക്കുന്ന. അല്ല, അനുമോള് കണ്ടെന്ന് പറയണം. അനു പറഞ്ഞു, ഞാൻ കണ്ടതായിട്ടാന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യാം, ബാലേട്ടൻ കയറിപ്പോക്കും, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. വേണ്ട, ഞാൻ നോക്കാം. ബാലേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. കള്ളനുണ്ട്, ഞങ്ങൾ പിടിച്ചോളാന്ന് പറയണം. ഈ സമയത്ത് ആനന്ദനോട് ധർമ്മം പറഞ്ഞു, അത് മിക്കവാറും ആകാശകള്ളനായിരിക്കും എന്ന് പറയണം. അങ്ങനെ ബാലനകത്തേക്ക് കയറി പോവാം. ഈ സമയത്ത് പറഞ്ഞു, അവൻ ഇവിടെ കാണുന്നില്ലല്ലോ, വെറുതെ അത് കല്ലെടുത്ത് എറിഞ്ഞു നോക്കാം എന്നോർത്ത് കല്ലെടുത്ത് എറിയുവാണ്. ഈ സമയത്ത് ആകാശ് അവിടെ കുത്തിയിരിക്കുമായിരുന്നു. കുത്തിയിരുന്ന ആകാശിന് പുതുകത്താ പോയി കല്ലുണ്ട്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരച്ചിൽ കയറിയ കേട്ടില്ല, ഒരു കില്ലപ്പട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയോ കൃത്യമായിട്ട് പോയി കൊണ്ടെന്ന് പറയണം. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം മിത്രം മുറ്റത്തിറങ്ങിയിട്ട് ദേവമംഗലത്തേക്ക് നോക്കുവാണ്. പിന്നീട് ഉറക്ക കിടന്ന് വിളിക്കുവാണ്, ദേ അമ്മേ, ചെറിയ എങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ എന്താ കണ്ണി എന്തിനാ കിടന്ന് അലറി വിളിക്കുന്നേ? അങ്ങോട്ട് നോക്കിയേ, ഒരു കാഴ്ച കണ്ടോ നിൽക്കണം. എന്താ നോക്കിയേ, അവിടെ ഇന്ന് കോലം കണ്ടില്ല നോക്കിയേ. എല്ലാ ദിവസവും നമ്മൾ ഇവിടെ ഇരുന്നേക്കാളും വലിയ കോലം ഇടാൻ ശ്രമിക്കുന്നവരല്ലേ, എന്ത് പറ്റി ഇന്ന്? ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കും, ഇവിടുത്തെ കോലമാണോ അവിടുത്തെ കോലമാണോ വലുതെന്ന്. എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. പിന്നീട് വലിയ കോലം ഇടുന്നു. രാവിലെ നടക്കാൻ പോയ ബാലൻ വന്നിട്ട് പത്രക്കാരൻ സൈക്കിളും വെച്ചിട്ട് പോകുമ്പോ സൈക്കിള് അവിടെ വെച്ചിട്ട് ചീത്ത പറയുന്നു, നടന്നിട്ട് വരുന്നു. എന്തൊക്കെ പ്രകടനങ്ങളും അഭ്യാസങ്ങളും നമ്മൾ കാണുന്ന. ഇന്ന് അതൊന്നും ഇല്ലാന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, നീ എന്താ പറഞ്ഞ ബാലെന്നോ? അങ്ങനെയൊന്നും പറയരുത് മോളെന്ന് പറയും. പിന്നെ അങ്ങനെ പറയാതെ, പിന്നെ ഞാൻ അങ്ങനെ എന്റെ മാമനായിട്ട് കണ്ടിട്ടൊന്നും ഇല്ലാന്ന് പറയാ. അങ്ങനെ ഈ കുടുംബത്തിനും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടാക്കിയ വിഷമം ചില്ലറയൊന്നും അല്ല എന്ന് പറയും. എന്നാലും അങ്ങനെയാണോ? അവർക്കൊരു ആപത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ കൈകൊട്ടി മാറി ചിരിക്കുകയാണോ ചെയ്യണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശി പറഞ്ഞാലും ശരി, ഞാൻ അവരെ അംഗീകരിക്കാൻ പോകുന്നില്ല. അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇന്ന് കണ്ടില്ലേ, കോലമൊന്നും ഇല്ല. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാം. അങ്ങനെയൊന്നും പറയരുന്നു മോളെ, ഇനി ഞാൻ കളിക്കാൻ പോകുന്നുണ്ട്. ഞാൻ മാത്രല്ല, എന്നോടൊപ്പം അലോകേട്ടനും ഉണ്ടാവും. അലോകേട്ടൻ ഇനി ആരിനെ പോയി കാണും, അവനെ വശത്താക്കും. എന്നിട്ടായിരിക്കും അടുത്ത കളികൾ കളിക്കാൻ പോണെന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ടാത്ത പണിക്കൊക്കെ പോയിട്ട് അവസാനം ആ പണിയെല്ലാം നമുക്ക് തന്നെ തിരിച്ചു കിട്ടലെന്ന് പറയാം. എങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തിനാ അച്ഛമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? അച്ഛമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. ഈ സമയം അടുക്കളയിൽ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഗോമതി രാജ്യത്തേക്ക് മീനാക്ഷി ഓടില്ല. ഗുഡ് മോർണിംഗ് അമ്മയെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി തിരിഞ്ഞു. കോന്ന് മൈൻഡ് ചെയ്തില്ല. എന്താ അമ്മ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാത്ത? എനിക്ക് ആരുടെ ഗുഡ് മോർണിംഗ് ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നീ എൻ്റെ അടുത്ത് പൊക്കെ, ഞാൻ എന്തെങ്കിലും സഹായിക്കണം? ഒന്നും സഹായിക്കണ്ട, ഒന്ന് പോയി തന്നാൽ മാത്രം മതി. അമ്മ എന്തെങ്കിലും അരിയണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിന്നെ ഞാൻ ഇതുവരെയായിട്ടും മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവള് രാവിലെ വന്നിരിക്കുന്നു, എന്താ ഉണ്ടാക്കണേന്ന് ചോദിച്ചുകൊണ്ട്. ഇവിടെ മനുഷ്യൻ ആകെപ്പാടെ സമനില തെറ്റിയ പോലെ ഇരിക്കുക. അവൾക്ക് അതിന്റെ വല്ല കുലുക്കമുണ്ടോ? ഒരു കുഴപ്പമില്ല. അവള് ഭയങ്കര സന്തോഷവതിയായിട്ട് ഏതാണ്ട് ഹണിമൂൺ ട്രിപ്പും കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നല്ലോ. അവളുടെ വരവ് നിൽക്കുന്ന കണ്ടില്ലെന്ന് പറഞ്ഞ് ഗോമതി ചീത്ത പറയാം. സങ്കടമൊക്കെ വന്ന് മീനാക്ഷിക്ക് സങ്കടം വന്നെങ്കിലും മീനാക്ഷി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. മീനാക്ഷിക്ക് മനസ്സിലായി, താൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അങ്ങനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായി. ഈ സമയത്ത് ബാലൻ അങ്ങോട്ട് വരുന്നേ. ബാലന് നേരെ വീട്ടിലേക്ക് വരുമ്പോ നോക്കി മുറ്റത്ത് കോലമില്ല. വീട്ടിൽ വിളിക്കുവാണ്. മീനാക്ഷി എന്നല്ല, ഗോമതി എന്ന് ഉറക്കെ വിളിക്കുക. പെട്ടെന്ന് ഗോമതി ആനന്ദവും ആകാശം എല്ലാം ഇറങ്ങി. ഇതെന്താ കാണുന്ന എനിക്ക്? എന്താ നീ എന്താ ഇവിടെ കോലം ഇടാത്തേ നിൽക്കുക? അല്ല അത് ബാലേട്ടാ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം പഴയ പോലെ തന്നെ ആയിരിക്കണമെന്ന്. ഇനി അതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. നാളെ മുതൽ ഈ മുറ്റത്ത് കോലം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം അറിയുമെന്ന് പറയണം. ശരി ബാലേട്ടാന്ന് പറയണം. പിന്നീട് കയ്യിലിരിക്കുന്ന ആ വട അങ്ങോട്ട് കൊടുക്കുവാണ്. ഇതെല്ലാവർക്കും കൊടുക്കാൻ പറയണം. അങ്ങനെ ഉഴുന്നുവട അനുവിന്റെ കയ്യിലേക്ക് കൊടുത്ത് അനു എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് മീനാക്ഷി ഇറങ്ങിയത്. ആഹാ, അച്ഛനാ, ഗുഡ് മോർണിംഗ് അച്ഛാന്ന് പറയണം. ഇത് കേട്ടത് ബാലൻ മാത്രമല്ല, ധർമ്മനും എല്ലാരും ഞെട്ടി. എന്റെ ദൈവമേ, ഇതെന്ത് സ്വഭാവം അത്? ഇത്ര ധൈര്യം ഞാൻ ആർക്കും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എല്ലാരും പേടിയോടുകൂടിയ ബാലിന്റെ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ മീനാക്ഷിക്ക് ഒരു കുലുക്കമില്ലായിരുന്നു. മീനാക്ഷി കൂളായിട്ടാ പറഞ്ഞത്. ഇത് കേട്ട ബാലനൊന്നും ഞെട്ടി, ഒന്ന് ഞടുങ്ങുകയും ചെയ്തു. ഇവള് ഇത്രയ്ക്കായോ? പെട്ടെന്ന് ബാലൻ പറഞ്ഞു, ആഹാ, നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചേ
എന്റെ മകൻ കൂട്ടിക്കൊണ്ട് വന്നാണല്ലോ പെരുവഴിയിൽ ഇറക്കണ്ടല്ലോ ഓർത്താ എന്നും പറഞ്ഞോണ്ട് എന്റെ തലേ കയറി നിരങ്ങാനായിട്ട് ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. ഇതൊക്കെ മനസ്സിലായില്ലെങ്കിലേ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറഞ്ഞു എന്റെ കെട്ടിയവനോട്. ഇനി ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് ആകാശ് എന്ത് ചെയ്യണം, ആകാശ് ബാ മീനാക്ഷി എന്ന് പറഞ്ഞ് മീനാക്ഷിയും വിളിച്ചോണ്ട് അകത്തേക്ക് പോവാ. ഈ സമയം അനു പറഞ്ഞു, അച്ഛാ ഒരു ഉഴുന്നോടം മിച്ചമുണ്ടല്ലോ, ആര്യൻ ചേട്ടൻ എവിടെ ഇല്ല, പിന്നെ ഇത് ആർക്കാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി ബാലൻ. അനു അങ്ങനെ ചോദിക്കുമെന്ന് പ്രതീക്ഷയല്ല. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, അല്ല ബാലേട്ടാ അവനെ വിളിച്ചോണ്ട് വരണ്ടേ, ആരിനെ വിളിച്ചോണ്ട് വരണ്ടേന്ന് ചോദിക്കാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരിന്റെ പേര് പോലെ ഇവിടെ ഉച്ചരിച്ചു പോയേക്കല്ലേ. അവന്റെ പേര് ഉച്ചരിക്കുന്നവരൊക്കെ ഇനി വീടിന്റെ പുറത്തായിരിക്കും സ്ഥാനം. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലൻ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. എല്ലാവർക്കും സങ്കടമായി. ഈ സമയത്ത് അകത്തേക്ക് മീനാക്ഷിനെ വിളിച്ചോണ്ട് പോയിട്ട് ആകാശ് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? എന്താ കണി, ഞാനൊന്നും പ്രത്യേകിച്ച് കാണിച്ചില്ല. അച്ഛനോട് ഗുഡ് മോർണിംഗ് പറയാൻ നിന്നോട് ആരാ പറഞ്ഞു? ആഹാ അത് കൊള്ളാലോ, രാവിലെ ഏറ്റു വന്നേമ്പോ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത് നല്ല കാര്യമല്ലേ. ഇവിടെ അങ്ങനെയൊന്നും പറയാറില്ലേ? നിനക്ക് അച്ഛന്റെ സ്വഭാവം അറിയത്തില്ല അതുകൊണ്ടാ. ശരിക്കും പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തിരിച്ച് നമ്മളോട് ഗുഡ് മോർണിംഗ് പറയണ്ട. അച്ഛനൊന്നും പറഞ്ഞില്ല. എന്റെ പൊന്നെ നിനക്ക് അറിയത്തില്ല. അല്ല അച്ഛൻ വല്ല ഭീകര ജീവിയാണോ, വല്ല സിംഹോപുലി എന്തേലും ആണോ? അത് നിനക്ക് മനസ്സിലാവാൻ പോകുന്നുള്ളൂ. അതെ അച്ഛൻ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ അച്ഛനോട് ഗുഡ് മോർണിംഗ് പറയും. എന്റെ പൊന്നു മീനാക്ഷി നീ ഒന്നിനും പോണ്ട. പിന്നെ പറയാതെ ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് കയറി പറയും. എന്റെ സ്വഭാവം അതാ. അത് ആകാശാണ് അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയാം. ആകാശ് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. അതെ എന്നോടൊന്ന് ക്ഷമിക്കാൻ പറയണം. ഈ സമയം മീനാക്ഷിക്ക് സങ്കടമായി. മീനാക്ഷി പറഞ്ഞു, എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയാന്നറിയാം ഇന്നലെ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നേ. ഒരു കല്യാണം കഴിഞ്ഞ് ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുന്ന അതേ പ്രതീക്ഷയായിരുന്നു. പോരാത്തിന് പ്രണയിച്ച് വിവാഹം കഴിച്ചേ. അപ്പൊ രാത്രിയെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിരുന്നു. കുറെ സമയം സംസാരിക്കണം, അങ്ങനെ കെട്ടിപ്പിടിച്ചിറങ്ങണമെന്നൊക്കെ സ്വപ്നം കണ്ട് വന്ന ഞാനാ. പക്ഷെ എല്ലാം തകർന്നു പോയില്ലേ. ഇങ്ങനെയാന്നൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഏതൊരു ചെറിയ വീടാണെങ്കിലും വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറിയ പോരായിരുന്നോ? വെറുതെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറഞ്ഞാൽ പോരായിരുന്നോ? അത് പിന്നെ എനിക്കറിയാം ആകാശന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ കുടുംബത്തിന് ഇത്രയും വലിയ അവസ്ഥകളൊന്നും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട്. ഏതൊരു ഭാര്യയും ഏതൊരു പെണ്ണും ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാവും, അവൻ കൈപിടിക്കാനുണ്ടാവും, അവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോരുന്നേ. പക്ഷേ എങ്കിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അവൾക്കൊരു പക്ഷെ താങ്ങാനായിട്ട് അത് കഴിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പിന്നെ കുറച്ചുകൂടെ ബോൾഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ആകാശനോട് ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാന്ന് പറയണത്. എന്നോട് ക്ഷമിക്ക്, എന്റെ അവസ്ഥ അറിയാലോ. ഇങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു ആകാശേട്ടാന്ന് പറയണത്. അറിയാലോ അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറുത്തൊരു വാക്കും പറയാണ്ട് സാധിക്കില്ല. അതുകൊണ്ടാ. അതെ ഞാൻ എന്നാ ഓഫീസിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കണോ? ഓഫീസിൽ പോകാൻ ഇന്നാ? അതെന്താ? ഈ വീട്ടിൽ ഇരുന്ന് എനിക്ക് ആ പടം തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അവിടെ ചെന്ന് ആരോടെങ്കിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്റെ മനസ്സിന്റെ വിഷമമൊക്കെ ഇച്ചിരി കുറഞ്ഞു കിട്ടും. ഇവിടെ അമ്മ എന്നോട് മിണ്ടത്തില്ല, അച്ഛൻ മിണ്ടത്തില്ല, ആകെപ്പാടൊരു വീർപ്പ് മുട്ടല. ശരി നിന്റെ ആഗ്രഹമാണ്, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അത് എന്നോട് ദേഷ്യം ഉണ്ടോ നിനക്കെന്ന് ആകാശ് ചോദിക്കുവാണ് മീനാക്ഷിയോട്. ദേഷ്യം ഉണ്ടോന്ന് ചോദിച്ചാ പറ, സത്യമായിട്ട് പറ. ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നല്ലൊരു കുടുംബജീവിതം നിനക്ക് തരാൻ പറ്റിയില്ല, അന്നൊരു ദേഷ്യം ഉണ്ടോന്ന് ചോദിക്കുക. പെട്ടെന്ന് മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചിരുന്നു. ആരിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. പിന്നീട് ഓടിച്ചെന്ന് ആ കവളത്തിൽ ഉമ്മ കൊടുത്തിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം സന്തോഷം കൊണ്ട് കിടന്ന് തുള്ളിച്ചാടാൻ തോന്നി ആകാശിന്. ആദ്യമായിട്ടാണ് അവളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഉമ്മ കിട്ടുന്നത്. പിന്നീട് ബാലൻ കടയിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പൊ അതേപോലെ തന്നെ പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഒന്ന് കോമതി താക്കോടുത്ത് കൈ കൊടുത്തു. അപ്പൊ ധർമ്മനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് ലോഡ് വരും, ലോഡൊക്കെ ഇറക്കണം, ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം. എങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങുമ്പോഴത്തേനുമാണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് അനുജയും ഭർത്താവും കൂടെ ഇറങ്ങുക. അപ്പൊ ഒരു പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പം അനുജയും അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ എന്തൊക്കെയാ അച്ഛാ നടക്കണേന്ന് ചോദിക്കുകയാണ്. എന്താ നടന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ നടന്നേന്നോ? ഹോ ഒന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല പ്രത്യേകിച്ച് എന്താ ഇവിടെ നടന്നേ? എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയണം. അതെ ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവളെ എന്തിനാ ഇവിടെ വെച്ചുറപ്പിച്ചോണ്ടിരിക്കണേ? ഓഹോ അതാണോ കാര്യം? എന്നിട്ടാണോ നീ ഇപ്പൊ വരുന്നേന്ന് ചോദിക്കണം ഇതൊക്കെ അന്വേഷിക്കാനായിട്ട്? അല്ല പിന്നെ ഇന്നലെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. എന്നെ ആണെങ്കിൽ ഏട്ടൻ അങ്ങോട്ട് പെട്ടെന്ന് വിളിച്ചു. ഇത് കേട്ടപ്പോ ധർമ്മം ചോദിച്ചു, എന്നിട്ടാണോ ആ ഏട്ടൻ ഇന്നലെ ഇങ്ങോട്ടൊന്ന് വരായിരുന്നേന്ന് ചോദിക്കണം. അനുജയുടെ ഹസ്ബൻഡിനെ കുറിച്ചാ പറയുന്നേ. പെട്ടെന്ന് അനുജ പറഞ്ഞു, ഒരുപാട് കണ്ണുറങ്ങിയിട്ടില്ല രാത്രിയിൽ. അതെ ഓ അതായിരിക്കും കണ്ണും മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നല്ലേ. എന്തൊരു സ്നേഹം കുടുംബത്തോട്. ഇത്ര സ്നേഹമുള്ള ഒരു മരുമോനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ധർമ്മം പറയാണ്. അനുജയ്ക്ക് മനസ്സിലായി തന്റെ ഭർത്താവിനെ ആക്കി പറഞ്ഞെന്നുള്ള കാര്യം. പെട്ടെന്ന് അവൾ എവിടെ? അവളെ ഞാൻ ഇന്ന് കാണട്ടെ, 2 വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയം ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക മീനാക്ഷി. മീനാക്ഷിയുടെ അടുത്ത് ആകാശം ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുജ എങ്കിലിരുന്നേ, ഓഹോ അപ്പൊ നീ എല്ലാം കൂടെ ഒത്തോണ്ടല്ലേ
എന്നാൽ എനിക്ക് നാണം ഉണ്ടാടെ ഇവിടെ വെച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട്. ഞാനും വേറെ ആരും ഇതുവരെ അച്ഛനെ ധിക്കരിച്ചൊന്നും കാര്യം ചെയ്തിട്ടില്ല. എന്നിട്ടോ നീ കാണിച്ച പരിപാടി എന്താ, നിനക്ക് വല്ല ബോധ്യമുണ്ടോ ആകാശെന്ന് ചോദിക്കുക. എന്നാലും എങ്ങനെ നിനക്ക് ഇത്ര ധൈര്യം എന്താ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കാനായിട്ട്? ഇത് കേട്ട പെട്ടെന്ന് മീനാക്ഷി ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു ചോദിച്ചു, ഇവരാരാന്ന് ചോദിക്കുകയാണ്. ഓഹോ, അപ്പം നീ എന്നെ മറന്നുപോയില്ലേ? മറന്നു പോയല്ലേ? ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നീ എന്നെ മറന്നു. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അച്ഛനെ അമ്മേനെ ഒക്കെ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറയണം. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ആരാ ആകാശം നിൽക്കണ? ആകാശം പറഞ്ഞു, മനസ്സിലായില്ലേ, ഇതാ എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ലേ അനുജയ ചേച്ചിനെ വിളിച്ചു. ഓ മനസ്സിലായി, ആകാശിന് സ്നേഹം വാരിക്കോരിത്തരുന്ന ആ ചേച്ചി, അതാണോ ഇത്? അയ്യോ കൊള്ളാലോ, ഇതാണല്ലേ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, സോറി കേട്ടോ ചേച്ചി. ചേച്ചിനെ കുറിച്ച് എപ്പോഴും പറയും, ചേച്ചിക്ക് ഭയങ്കര സ്നേഹമാണ് അനിയന്മാരോടും ഒക്കെ. എന്നാൽ എനിക്ക് ഇതുപോലെ ഒരു ചേച്ചിനെ കിട്ടില്ലോ എന്നൊക്കെ പറയാം. ഇത് കേട്ടോ അനുജി ഒന്ന് പൊങ്ങി. ഇവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കണം. പറഞ്ഞിട്ടുണ്ടോന്നോ? ചേച്ചി എത്ര സ്നേഹമുള്ള ചേച്ചിയാണെന്നറിയാവോ? പിന്നെ ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന എന്താണെന്നറിയോ, ചേച്ചിയുടെയൊക്കെ സ്നേഹം കിട്ടാൻ വേണ്ടി മാത്രമാ. എനിക്ക് ചേച്ചിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആകാശിനോട്, അതെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓഫീസിലേക്ക് വരണം കേട്ടോ, ഞാൻ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു തരാൻ തന്നെ തീരുമാനിച്ചു. ഇത്ര സ്നേഹമുള്ള ഒരു ചേച്ചിക്ക് എൻ്റെ വിവാഹത്തിന് ശേഷം ഒരു ഗിഫ്റ്റെങ്കിലും ഞാൻ വാങ്ങിച്ചു തരണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഭയങ്കര പുളകതയായിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. അനുജ പറഞ്ഞു, അതെ ആകാശ്, ഞാൻ ഒരു കാര്യം പറയാട്ടോ, നിന്റെ ഭാര്യ സൂപ്പറാടാ, നിനക്ക് ചേരേണ്ട പെണ്ണ് തന്നെയാ. പക്ഷെ ഇങ്ങനെ പറഞ്ഞത് പുറത്താടെ നീ പറയരുത് കേട്ടോ, പ്രത്യേകിച്ച് അച്ഛനോടും അമ്മയോടൊന്നും പറയരുതെന്ന് പറയണം. ആകാശിന് ചിരി വന്നു. ഇതും പറഞ്ഞിട്ട് ആകാശ് അങ്ങോട്ട് പോവാ. മീനാക്ഷി പറഞ്ഞു, എങ്ങനെയുണ്ട്? ആകാശ് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാ. പിന്നീട് അടുക്കളയിലേക്ക് ചെന്ന് കഴിയുമ്പോ അടുക്കളയില് കറിക്ക് അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഗോമതി അടുത്ത് അനുസരിയുണ്ട്. ചെന്നിട്ട് അമ്മേ, ഞാൻ ഇന്ന് ജോലിക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുക. പെട്ടെന്ന് പറഞ്ഞു, എന്നോട് ആരും ഒന്ന് ചോദിക്കാൻ പറ്റണ്ടെന്ന് പറയാം. അപ്പൊ അനുശ്രീ പറഞ്ഞു, ഞാനൊന്നും ചോദിച്ചില്ല അമ്മേ, ഞാൻ നിന്നോടല്ല പറഞ്ഞേ. അമ്മേ ഞാനിന്ന് പൊക്കോട്ടെ, അമ്മയുടെ അനുമതി മേടിച്ചോണ്ട് പൊക്കോളാൻ ആകാശേട്ടൻ പറഞ്ഞേ. എന്നോടൊന്നും പറയേണ്ടത് മനസ്സിലായി, എന്ന് ഇറങ്ങി പോകുന്നുണ്ടോന്ന് ചോദിക്കുക. പെട്ടെന്ന് അനുശ്രീ അങ്ങോട്ട് ഇറങ്ങി പോവാ. നീ എങ്ങോട്ട് പോവാ? അമ്മയല്ലേ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. ഈ സമയം മീനാക്ഷി പറഞ്ഞു, എന്നോട് അനുമോളെ പറഞ്ഞ് മോൾ അവിടെ നിന്നോളാൻ പറയണം. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒന്നും മിണ്ടിയില്ല. മീനാക്ഷി അങ്ങോട്ട് പോയി ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ചേച്ചിക്ക് കിട്ടിയ ഭാഗ്യ മീനാക്ഷി, ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ അമ്മായിമോട് മരുമോട് വന്ന് ചോദിച്ചിട്ട് പോവോ, അനുവാദം മേടിച്ചിട്ട് പോവോ, തുള്ളി കളിച്ചങ്ങ് പോവുള്ളൂ. പക്ഷെ കണ്ടില്ലേ എത്ര സ്നേഹം ഉള്ളതുകൊണ്ടാ ചോദിക്കുന്നേ. ചേച്ചി വല്ല മുഖം വീർപ്പിച്ചിരിക്കുന്നു, നാണോടെ ചേച്ചിന്ന് ചോദിക്കണം. പിന്നീട് അങ്ങനെ ബാലൻ പോകാനായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ബാലന്റെ അടുത്തേക്ക് വരുവാണ് മീനാക്ഷി. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛാ, ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുവാന്ന് പറയണ. ബാലനൊന്നും മിണ്ടിയില്ല. പിന്നെ ഇത് തന്നെ പറഞ്ഞു. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, എന്നോട് ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല, പോവാതിരിക്കോ അത് അവനവൻ്റെ ഇഷ്ടം, എനിക്കിവിടെ ആരുടെ ഒരു കാര്യത്തിൽ ഇടപെടാനും സമയമില്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞുകൊണ്ടും വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് ബാലൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.